വാങ്ങുന്നു 5000 രൂപയാണെന്നാണ് പറയുന്നത്. അത് ഞാൻ കണ്ടിട്ടില്ല. അത് കാണിച്ചു സംസാരിക്കാം. അമ്മ വയ്യാത്തൊരു അമ്മയാണ്, അതിനെ കുറിച്ച് നിങ്ങൾ എങ്ങനെ ഇത് പറയുക? അതെ, തന്നിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് പിന്നെ എന്താണത്? കൈ കൊടുക്കുന്നതാണ്, അമ്മന്റെ കയ്യിലുള്ള പൈസയാണ്. ഞാൻ ഒരു മിനിറ്റ് പറയാം. ഈ പൈസ വന്നിട്ട് അമ്മന്റെ മടിയിലുണ്ടായിരുന്നത് ഇവിടെയുള്ള വിനീഷ് ചേട്ടനെ ഇവര് പോയി എടുത്തിട്ട് ഇതാ പൈസ എന്ന് പറഞ്ഞിട്ട് ഇവർ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. ഇതാണ് ഉള്ളത്. അതിന് നമ്മളെ മടി വന്നിട്ട് പോക്കറ്റ് ഒന്നും ഇല്ലല്ലോ. അമ്മന്റെ മടിയിൽ ഇവിടെ പൈസ ഉണ്ടായിരുന്നു, ഇവരെടുത്തത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ആ പൈസയാണ് ഇവരെടുത്തിട്ട് വീഡിയോ എടുത്തിട്ട് ഇതാക്കി വിട്ടത്. ശരി, ആ ചേച്ചി വന്ന ഞാൻ പറയാം. ആ ചേച്ചി ആര് പറഞ്ഞു? ഇല്ലല്ല, നിങ്ങളുടെ വീഡിയോയിൽ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. നേരത്തെ അമ്മ പറഞ്ഞു ഞാൻ 5000 രൂപ ചോദിച്ചു, എനിക്ക് എല്ലാ മാസവും 5000 രൂപ പണം വേണം എന്നാണല്ലോ അമ്മ ആദ്യം പറഞ്ഞത്, പിന്നീടാണല്ലോ മാറ്റി പറഞ്ഞത്. അതായത് മരുന്ന് തന്നു എന്നല്ല സാറേ, നിങ്ങൾ ശരി നിങ്ങൾ തന്നിട്ടുണ്ടെങ്കിലല്ലേ തന്നു എന്ന് പറയാൻ പറ്റുള്ളൂ. അതിന്റെ കൈവശമുള്ള പൈസ എടുത്തിട്ട് നിങ്ങൾ വന്നിട്ട് വീഡിയോ എടുത്ത് എല്ലാം ഇതാക്കി. ഞങ്ങൾ എന്തിനു മാറ്റേണ്ട ആവശ്യം? ഞങ്ങൾക്ക് ആരെയും മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല. ഞങ്ങൾക്ക് എന്തിനു ഭീഷണി? എനിക്ക് ഇഷ്ടമുള്ളവർക്ക് അല്ല ഞാൻ ഒന്ന് ചോദിക്കട്ടെ, നമ്മൾക്ക് വന്നിട്ട് ഇഷ്ടമുള്ളവർക്ക് വോട്ട് ചെയ്യാം. അത് ആരുടെയും ഒരു MLA വന്ന് പറഞ്ഞാലും ശരി, ഒരു മന്ത്രി വന്ന് പറഞ്ഞാലും ശരി, അതിന്റെ ആവശ്യമൊന്നുമില്ല. നല്ലത് ആര് ചെയ്യണോ അവർക്ക് പോയി ചെയ്യാം. വിവരമുള്ളവർക്ക് ആര് നല്ലത് ചെയ്യും, അത് ബുദ്ധിയുള്ളവർക്ക് അവർ ചെയ്യും വോട്ട്. എല്ലാം വന്നിട്ട് ഞാൻ രാഷ്ട്രീയക്കാരനാണ്, ഞാൻ ആ രാഷ്ട്രീയം 25 വർഷമായിട്ട് ചെയ്തിട്ടുണ്ട്, അതൊന്നുമില്ല. ഇവിടെ 3 സ്ഥാനാർത്ഥികൾ വന്നിട്ടുണ്ട്. ഇതെല്ലാം നിങ്ങളായിട്ട് ഇപ്പൊ ഉണ്ടാക്കി തന്നെയല്ലേ? ഇത് ഇത്രയും വലിയ ഇഷ്ടം ഉണ്ടാക്കിയതല്ലേ? തന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് വേറെ ഒന്നും പറയാനില്ല. നിങ്ങൾക്ക് ഇപ്പൊ നാടകീയമായ തുടർ പ്രതികരണങ്ങളാണ് കണ്ണാടിയിൽ നിന്ന് വരുന്നത്. അങ്ങനെ ഒരു പണം നൽകിയിട്ടില്ല എന്ന് ആവർത്തിക്കുകയാണ് വയോധികയുമായി ബന്ധപ്പെട്ട ആളുകൾ. ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ഷഫീദ് റാവുത്തർ ചേരുകയാണ്. ഷഫീദ്, തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ തുടർ നടപടികൾക്കായി അവിടെ എത്തിയിട്ടുണ്ട്. അമ്മയിൽ നിന്നടക്കം അവർ മൊഴി രേഖപ്പെടുത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഇങ്ങനൊരു പണം ലഭിച്ചു എന്ന് ആദ്യം പറയുകയും പിന്നീട് അല്ല, ഞാൻ പണം ചോദിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്ന് അമ്മ പറയുകയും ചെയ്ത് നമ്മൾ കണ്ടു. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വളരെ പെട്ടെന്ന് തന്നെ ഇതിൽ ഒരു ഇടപെടൽ നടത്തിയിട്ടുണ്ട്. എന്താണ് അവിടെ നിന്നുണ്ടാകുന്ന തുടർ നടപടികൾ? ദിൽന, പോളിംഗിന് തൊട്ടു മുൻപ് ഈ പാലക്കാട് പോലെയുള്ള ഒരു മണ്ഡലത്തിൽ ഈ രീതിയിൽ പണം നൽകിയെന്നുള്ള ആരോപണം അത് ഗൗരവത്തിൽ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എടുക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. മാത്രവുമല്ല, ഈ മറ്റു പല മണ്ഡലങ്ങളിലും നമ്മളിങ്ങനെ ചില ആരോപണങ്ങളൊക്കെ ഉയർന്നെങ്കിലും, അതായത് എതിർ സ്ഥാനാർത്ഥികളോ അല്ലെങ്കിൽ എതിർ സ്ഥാനാർത്ഥികളുടെ പാർട്ടിക്കാരോ അത്തരത്തിലൊക്കെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് കണ്ടെങ്കിലും ഈ ദൃശ്യങ്ങൾ ഈ വിധത്തിൽ വരുന്നത് ഇത് ആദ്യമായിട്ടാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ദൃശ്യങ്ങൾ ഈ പറയുന്ന ടെലിവിഷനുകളിൽ അല്ലെങ്കിൽ വാർത്താ ചാനലുകളിൽ വന്നയുടൻ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തന്യു കേൽക്കർ ഇക്കാര്യത്തിൽ ഒരു ഇടപെടൽ നടത്തിയിട്ടുള്ളത്. അദ്ദേഹം പാലക്കാട് ജില്ലാ കളക്ടറോട് ഈ വിഷയത്തിൽ അടിയന്തരമായ റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ഫ്ലൈയിങ് സ്ക്വാഡ് അടക്കമുള്ള ഉദ്യോഗസ്ഥർ ഈ സംഭവ സ്ഥലത്തേക്ക് പോയി വിവരശേഖരണം ആരംഭിച്ചത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഏതായാലും ഈ വിഷയത്തിൽ ഇനി ഉള്ളത് ഇവരുടെ അടക്കം മൊഴികൾ രേഖപ്പെടുത്തുക എന്നുള്ളതാണ്. അതിനുശേഷമായിരിക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചില നീക്കങ്ങളിലേക്ക് കടക്കുക എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. മാത്രമല്ല, ഈ സംഭവം നടക്കുന്ന സ്ഥലത്ത് ആ ദൃശ്യങ്ങളിൽ ആ സ്ഥാനാർത്ഥി, അവിടുത്തെ NDA സ്ഥാനാർത്ഥി അല്ലെങ്കിൽ BJP സ്ഥാനാർത്ഥി തന്നെ ആ ദൃശ്യങ്ങളിൽ വരുന്നുണ്ട്. അതടക്കമുള്ള കാര്യങ്ങളിൽ വിശദമായിട്ടുള്ള അന്വേഷണം, ദൃശ്യപരിശോധന അടക്കമുള്ള കാര്യങ്ങൾ അത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്ത് നിന്നുണ്ടാകും. ഏതായാലും ആദ്യഘട്ടം മൊഴിശേഖരണമായിരിക്കും. അതിന്റെ ഭാഗമായി നമ്മൾ അല്പസമയം മുൻപ് അവരുടെ പ്രതികരണം, ആ അമ്മയുടെ പ്രതികരണം നമ്മൾ കണ്ടതാണ്. ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ അവർ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അക്കാര്യത്തിലെ കൂടുതൽ സുതാര്യത അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്ന് വിവരം ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.